എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ വിദ്യാർത്ഥി സമരം മൂലം നിരന്തരം അധ്യയനം തടസ്സപ്പെടുകയാണെന്നും അധ്യയനം ഉറപ്പുവരുത്താൻ കോടതി ഇടപെടണമെന്നും കാണിച്ച് ലോ കോളേജ് വിദ്യാർത്ഥിയായ പ്രകാശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നു. പഠിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെ രൂക്ഷമായ വിമർശനമാണ് ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ, ജസ്റ്റിസ് എ എം ഷെഫീഖ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. ജീവിക്കാനുള്ള അവകാശം പോലെ വിദ്യാഭ്യാസവും മൗലികാവകാശമാണ്. ഇത് തടയാൻ ഒരു സംഘടനയ്ക്കും അധികാരമില്ല. വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിച്ച് അധ്യയനം ഉറപ്പുവരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംഘടനകളുടെ പ്രവർത്തനം നിരോധിക്കണം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പലപ്പോഴും ഗുണ്ടായിസവും അരാജകത്വവും വളർത്തുന്ന രീതിയിലേക്ക് മാറുകയാണ്. സംഘടനാ പ്രവർത്തനം സംസ്കാരത്തോടെ മാന്യമായി നടത്തേണ്ട സമയം അതിക്രമിച്ചു. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സോജം ഫ്രാൻസിസ് കേസിൽ കോടതികൾ മുൻപ് നൽകിയിട്ടുണ്ടെന്നും ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് പരാമർശിച്ചു. 2012 ജൂണിൽ കോളേജിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 2 വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടിരുന്നു. ഇതിനെതിരെ KSU നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതമായി അടച്ചിട്ടതുമൂലം അധ്യയനം തടസ്സപ്പെട്ടുവെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം. ഹർജിയിൽ ചീഫ് സെക്രട്ടറി, പോലീസ് കമ്മീഷണർ എന്നിവരെ വിളിച്ചുവരുത്തി കോടതി വിശദീകരണം തേടിയിരുന്നു. മീഡിയ 1 കൊച്ചി.